ഹലോ, ഇന്നത്തെ വീഡിയോ ഒരു സൺഡേ വ്ളോഗാണ്, ഒരു മിനി വ്ളോഗാണ്. അപ്പോൾ ഹൈസിൻ കുറേ ദിവസമായി മീമി ചോദിക്കുന്നത്. അപ്പോൾ ഫിലോപ്പി മീൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഫ്രൈ ചെയ്യണം, പിന്നെ കുറച്ച് കറി വെക്കണം, പിന്നെ ക്യാരറ്റും ബീട്രൂട്ടും കൂടെ ഒലത്താനുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി എന്ന് പറയാനായിട്ട്. അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ഇന്നും കേട്ടുകൊണ്ടിരിക്കുകയാണ് ഗാർഹിക പീഡനം കാരണം ഓരോരുത്തരും ആത്മഹത്യ ചെയ്യുക. ഒരുപാട് പെൺകുട്ടികൾ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഗാർഹിക പീഡനത്തിനെ കുറിച്ചിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോസ് കാണുമ്പോൾ നാത്തോമാരുടെ ഗുണ്ടായുസത്തിനെ കുറിച്ചിട്ടൊക്കെ ഞാനൊരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇപ്പോഴും 1000 മേലേക്ക് ലൈക്ക് പോകുന്നുണ്ട്. പിന്നെ എന്ത് വീഡിയോ കണ്ടാലും ഞാൻ അതിനകത്ത് നാത്തുമാരെ കുറിച്ച് കമൻറ്റ് ചെയ്യാറുണ്ട് ഗാർഹിക പീഡനവുമായി സംബന്ധിച്ച്. അതിനകത്തും ഇപ്പോഴും വരുന്നുണ്ട്. അപ്പോൾ 1000 മേലെ പേര് ഇതിൽ അനുഭവിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ നാത്തുമാരെ കൊണ്ടുള്ളത്. അപ്പോൾ ഈ നാത്തുമാർ ഇങ്ങനെ ആവാനുള്ള കാരണം അവരുടെ കാരണന്മാരിൽ നിന്ന് സപ്പോർട്ട് നിൽക്കുന്നതുകൊണ്ടാണ്. കാരണം അതിന് പറ്റിയ കാരണന്മാരുടെ മക്കളെ ഇതുപോലുള്ള വൃത്തികെട്ടതും കൊള്ളരുതാത്തതുമായിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്യുള്ളൂ. നല്ല മാതാപിതാക്കൾക്ക് ഉണ്ടായവർ അവർ ജീവിക്കട്ടെ, അവർ നമ്മുടെ വീട്ടിൽ ജീവിക്കാമെന്നതല്ലേ, അവർ അംഗീകരിക്കാനും സ്നേഹിക്കാനും എല്ലാത്തിനും കൂടെ നിൽക്കുള്ളൂ നല്ല നാത്തുമാരാണെങ്കിൽ. ഇത് അവരെങ്ങനെയെങ്കിലും പുകച്ച് പുറത്ത് ചാടിക്കണം, എന്നിട്ട് എല്ലാ കുറ്റങ്ങളും അവരുടെ തലയിലിടണം. അവരെ തല്ലിച്ചതച്ചാലും കൊന്നാലും വേണ്ടിയില്ല, അവരെങ്ങനെയെങ്കിലും ഇവിടുന്ന് പുകച്ച് പുറത്ത് ചാടിക്കണം എന്ന് ഉദ്ദേശമുള്ളവരാണ്. അപ്പോൾ ഈ കാരണന്മാരോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ, പിന്നെ നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ആൺമക്കളെ കൊണ്ട് പെണ്ണ് കെട്ടിച്ചത്? നിങ്ങൾക്ക് ആൺമക്കളോട് ഒരു തരിയെങ്കിലും സ്നേഹമുണ്ടോ? അവസാന കാലമാകുമ്പോൾ നിങ്ങളുടെ ആരോഗ്യങ്ങളൊക്കെ നശിക്കുമ്പോൾ ഈ പെൺമക്കൾ നിങ്ങളെ തിരിഞ്ഞു പോലും നോക്കാൻ പോകില്ല. നമ്മളിപ്പോൾ എല്ലായിടത്തും കാണുന്ന കാഴ്ചകളാണ്. ഇത് നിങ്ങൾക്ക് അറിയാതിരുന്നിട്ട് കൂടി നിങ്ങൾ എന്തിനാണ് വീണ്ടും വീണ്ടും ഈ വന്നു കയറി പെൺകുട്ടികളെ ദ്രോഹിച്ച് മനഃപൂർവ്വം അവരെ മരണത്തിലേക്ക് തള്ളിവിടുന്നത്? അപ്പോൾ ഈ വീഡിയോ കാണുന്ന മരുമക്കളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആത്മഹത്യൊന്നും ചെയ്യരുതിട്ടാ. നാട്ടുകാർ ചിലപ്പോൾ അതും നിങ്ങളെ കുറ്റം പറയുമായിരിക്കും, അല്ലെങ്കിൽ ബന്ധുക്കൾ പറയുമായിരിക്കും നമ്മുടെ ഒരു ജീവിതം തകർത്ത് നിങ്ങൾ വീട്ടിൽ വന്ന് നിന്നു അല്ലെങ്കിൽ വേറെ താമസിച്ചു എന്നൊക്കെ ഒരുപാട് കുറ്റങ്ങൾ പറയുമായിരിക്കും. പക്ഷെ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ തളരരുത്. വേറെ ഒന്നുമല്ല, നിങ്ങളെ മരണത്തിലേക്ക് തള്ളിവിട്ട ശേഷം ഈ നാട്ടുകാരും ഈ ബന്ധുക്കളും എല്ലാവരും പറയും, എന്തിനാണ് ആ കുട്ടി ജീവിതം അവസാനിപ്പിച്ചത്? ആ കുട്ടിക്ക് ജീവിച്ചുകൂടായിരുന്നോ? ചെറുപ്പക്കാരിയല്ലേ, ആ കുട്ടീനെ ഓർത്തെങ്കിലും മരിക്കേണ്ടിയിരുന്നില്ല എന്ന് ഈ പറയുന്ന ആൾക്കാരാണ് ഈ നാവുകൊണ്ട് പറയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചുറ്റുമുള്ളവരെയും ആരെയും നമ്മൾ ഭയക്കണ്ട. നമ്മൾ എങ്ങനെയെങ്കിലും അതിൻ്റെ ഇടയിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ മരിച്ചാലും നമ്മളോടൊന്ന് തല്ലി ഇറക്കിയാലും അതവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവർ ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ ഒരിക്കലും ജീവിക്കരുത്, നമ്മൾ ജീവിച്ച് കാണിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആരും ആത്മഹത്യ ഒന്നും ചെയ്യരുതിട്ട. എങ്ങനെയെങ്കിലും നിങ്ങൾ ധൈര്യം സമ്പാദിച്ച് എങ്ങനെയെങ്കിലും നിങ്ങൾ രക്ഷപ്പെട്ട് നല്ല രീതിയിൽ നിങ്ങളുടെ മക്കളെയും നോക്കി ജീവിക്കാനായിട്ട് നോക്കുക. ഈ അമ്മായിമ്മക്കും നാത്തൂനും ഉള്ളത് അവർക്ക് കർമ്മ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, അത് അവർക്ക് തിരിച്ചടി കൊടുത്തോളും. ഈ അമ്മായിമ്മയുടെയും അമ്മായത്തിൻ്റെയൊക്കെ ആരോഗ്യം നശിക്കുമ്പോൾ ഈ കൂട്ടമായിട്ട് നിങ്ങളെ ദ്രോഹിച്ച ആൾക്കാരൊക്കെ ശത്രുക്കളാവുന്ന ഒരു കാലം വരും. അപ്പോൾ ആ ഒരു കാലത്ത് നിങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കി വരും ഈ അമ്മായിമ്മയും അമ്മായിച്ചൻ എന്ന് പറയുന്നവർ. അപ്പോൾ ഈ ഒരു അമ്മായിമ്മയും അല്ലെങ്കിൽ മോളും അല്ലെങ്കിൽ അമ്മായിച്ചനും ഈ ഒരു 3 പേരുടെ കൂട്ടുകെട്ട് അമ്മായിമ്മയുടെയും അമ്മായിച്ചൻ്റെയും ആരോഗ്യം നശിക്കുന്ന വരെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരും ശത്രുക്കളാവും. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ കൈകുപ്പി വരുന്നൊരു കാലം വരും. അപ്പോൾ നിങ്ങൾ ഇപ്പോഴത്തെ നിങ്ങളുടെ സന്തോഷം എന്താണോ അങ്ങനെ ചെയ്ത് നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുക. ആരും ആത്മഹത്യ ഒന്നും ചെയ്യരുത്.